ഹലോ ഡീസ്, ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെറുപയർ പായസം വയ്ക്കുന്നത്. എന്തായാലും അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ട് ജസ്റ്റ് ബ്രൗൺ ഷെയ്ഡാവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് നന്നായിട്ട് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകി അതിൻ്റെ പാലെടുക്കുക, അതുപോലെ ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. ശരിക്കും നമ്മൾ ഇത് തേങ്ങയുടെ 3-ാം പാലിലാണ് ശരിക്കും വേവിക്കുക ചെറുപയർ. പക്ഷെ ഞാൻ പച്ചവെള്ളത്തിലാണ് വേവിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു. ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാൻ അതിൽ കുറച്ച് വെള്ളം കമ്മിയാക്കിയിട്ട് വീണ്ടും കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. ശരിക്കും നമ്മൾ ഇതിലേക്ക് അരി ചേർക്കും, പച്ചരിയോ എന്തെങ്കിലും ചേർക്കാറുണ്ട് നമ്മൾ. പക്ഷെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് സെറ്റായി വന്നു, പക്ഷെ ഒരുപാട് വെന്ത് പോയി. അതിലേക്ക് ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഏകദേശം സെറ്റായി വന്നപ്പോൾ മധുരമൊക്കെ നോക്കി പാകത്തിനാക്കി 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. അത് നന്നായി തിളച്ച് കുറുകി അടിപൊളിയായി സെറ്റായി വന്ന സമയത്ത് 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു. ശരിക്കും 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ തിളപ്പിക്കണം ശരിക്കും, എന്നാലാണ് അതിൻ്റെ പച്ചമണം പോവുള്ളൂ. പക്ഷേ തിളപ്പിക്കാൻ പാടില്ല എന്നും പറയുന്നേക്കാം. പക്ഷെ തേങ്ങയുടെ ഈ ഫ്ലേവർ ഇഷ്ടമുള്ളവർ തിളപ്പിക്കേണ്ട, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളി.